ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് 12th നൈറ്റ് ആണ്. ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു സമ്മറിയിലേക്ക് പോകാം. ഈ ഒരു പ്ലേ നടക്കുന്നത് ഇല്ലീറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. ആ ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് ഡ്യൂക്ക് ഒറിസിനോ. അപ്പം ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ പേരൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മറി പറയുമ്പോഴത്തേക്കും അതൊരു എളുപ്പമായിരിക്കും. ഈ ഒരു പ്ലേയുടെ തുടക്കത്തിൽ കാണുന്നത് ഡ്യൂക്ക് ഒറിസിനോ ലാമെന്റ് ചെയ്യുന്നതാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഒലിവിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇഷ്ടം ഒലിവിയനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. കാരണം ഒലീവിയയുടെ ബ്രദർ മരിച്ചതുകൊണ്ട് ഒലീവിയ ഒരു ശപഥം എടുത്തു, ഇനി 7 വർഷം ഞാൻ എൻ്റെ ആ ഒരു ബ്രദറിന്റെ വേർപാടിന്റെ വിലാപവുമായിട്ട് കഴിയുമെന്ന് ഒലിവിയ തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മുടെ ഒറിജിനോ അയക്കുന്നുണ്ട് ഒലിവിയനോട് തന്റെ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് അവളെ ഒന്ന് അറിയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും അവിടെ ഉണ്ടാവുന്നില്ല. ആർക്കും ഒലിവിയനെ കാണാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഡ്യൂക്ക് ഒറിജിനോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് പറയുന്നത് നമ്മുടെ ഇല്ലീറിയയുടെ ഒരു കടൽ തീരത്തിനെ പറ്റിയിട്ടാണ്. ആ ഒരു തീരത്ത് വെച്ചിട്ട് ഒരു കപ്പൽ മുങ്ങിപ്പോകുന്നത് കാണാം. ആ ഒരു കപ്പലിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനും വിയോള എന്ന് പറയുന്ന ഒരു ലേഡിയും അവളുടെ ട്വിൻ ബ്രദറായിട്ടുള്ള സെബാസ്റ്റ്യനുമാണ് ആ ഷിപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഷിപ്പ് വൃക്ക് ചെയ്യുന്ന സമയത്ത് ഇവര് ക്യാപ്റ്റനും വയോളയും ആ ഒരു ഇല്ലേറിയ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലേക്ക് നീന്തി കയറുകയാണ്. അവർക്ക് ബോധം വരുന്ന സമയത്ത് തന്നോടൊപ്പം സെബാസ്റ്റ്യൻ ഇല്ല. അപ്പം അവളുടെ ട്വിൻ ബ്രദർ മരിച്ചു പോയെന്നാണ് വിയോള വിശ്വസിക്കുന്നത്. ഈ ഒരു സമയത്ത് ക്യാപ്റ്റൻ പറയാണ്, ഇത് ഇല്ലീറിയ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ഞാൻ എവിടെയാണ് ജനിച്ച് വളർന്നത്. അങ്ങനെ രാജ്യത്തിനെ പറ്റിയിട്ടൊക്കെ വിയോളയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിയോളയോട് പറയാണ്, നമ്മളെ ഇപ്പൊ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒലിവിയയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് ഒലിവിയനെ കാണാൻ വേണ്ടി പറ്റില്ല. അവളുടെ ബ്രദർ മരിച്ചതുകൊണ്ട് അവൾ ഇപ്പൊ ആരെയും കാണാനൊന്നും സംസാരിക്കാനൊന്നും വരത്തില്ല. സോ നീ ഡ്യൂക്ക് ഒറിസിനോയുടെ അടുത്ത് പോവുക. അയാളുടെ പ്രീതി എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റിയിട്ട് ആ ഒരു കൊട്ടാരത്തിൽ ഒരു ജോലി നോക്കുക, അല്ലെങ്കിൽ ജോലി മേടിക്കുക എന്ന് ക്യാപ്റ്റൻ വിയോളയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. വിയോള കോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ജോലി നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പറയുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ടുള്ള വിയോള ഒരു ആണായിട്ട് ഡിസ്ഗൈസ് ചെയ്തിട്ട് ഒരു വേഷം മാറിയിട്ട് ആണായിട്ട് വേഷം മാറിയിട്ട് സിസാരിയോ എന്നൊരു പേരിട്ടിട്ടാണ് ഡ്യൂക്കിൻ്റെ അടുത്ത് പോകുന്നത്. അങ്ങനെ പതിയെ പതിയെ ഡ്യൂക്കിന് അവളെ ഇഷ്ടമാവുകയും ഡ്യൂക്കിന് സിസാരിയോനെയാണ് ഇഷ്ടപ്പെടുന്നത്. വയോള ഇപ്പം സിസാരിയോ എന്ന് പേരിട്ട ഒരു ആൺവേഷത്തിനകത്താണ് ഉള്ളത്. ഡ്യൂക്കിന് അങ്ങനെ സിസാരിയോനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും തന്റെ സഹായിയായിട്ട് സിസാരിയോനെ കൂടെ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഡ്യൂക്കിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ വിയോള ആയിട്ടുള്ള സിസേരിയോനാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് നേരം ഈ ഡ്യൂക്ക് ഒറിജിനോടൊപ്പം നടക്കുന്നത് കൊണ്ട് തന്നെ സിസാരിയോക്ക് ഡ്യൂക്കിനോട് ഒരു ഇഷ്ടം തോന്നുകയാണ്, ഒരു പ്രണയം തോന്നുകയാണ്. പക്ഷേ സിസാരിയോ ആക്ച്വലി വിയോള ആണ് നമുക്കല്ലേ അറിയാവുള്ളൂ, നമ്മുടെ ഡ്യൂക്ക് ഒറിജിനോയ്ക്ക് അത് അറിയില്ലല്ലോ. അവൾക്ക് അങ്ങനെ ഒരു ക്രഷ് ഉണ്ടെന്നും നമ്മുടെ ഡ്യൂക്ക് ഒറിജിനോയ്ക്ക് അറിയില്ല. ഡ്യൂക്ക് ഒറിജിനോയ്ക്ക് അവളോടുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു അടുത്ത സഹായി, അടുത്തൊരു ഫ്രണ്ട്, ചിലപ്പോൾ ഒരു ബ്രദർലി ഫീലിംഗ് ആയിരിക്കും അയാൾക്ക് അവളോട് ഉണ്ടായിരുന്നത്. കാരണം അവളൊരു പെൺകുട്ടിയാണെന്ന് അയാൾ അറിയാണ്ടാണ് അവളെ കൂടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഡ്യൂക്ക് ഒറിസിനോ തൻ്റെ പ്രണയത്തെ പറ്റിയിട്ട് നമ്മളുടെ വിയോളനോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് പറയുമ്പം ഒലീവിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ തനിക്ക് ഇഷ്ടമാണെന്നും അവളോട് തൻ്റെ പ്രണയം പറയാൻ പലവർത്തി ശ്രമിച്ചിട്ടും അത് നടക്കാണ്ട് പോയി. സെസാരിയോ, നീ ചെന്ന് അവളെ കണ്ട് സംസാരിച്ച് അതൊന്ന് കൺവിൻസ് ചെയ്ത് സെറ്റാക്കി തരണം എന്ന് നമ്മളുടെ വിയോളയായിട്ടുള്ള സെസാരിയോനോട് ഡ്യൂക്ക് ഒറിസിനോ പറയാണ്. ഒരുപാട് വിഷമിച്ചിട്ടാണെങ്കിലും അത് ചെയ്ത് കൊടുക്കാമെന്ന് നമ്മുടെ സെസാരിയോ ഡ്യൂക്കിനോട് പറയുന്നു. ഇനി പറയുന്നത് ഒലീവിയയുടെ വീടിനെ പറ്റിയിട്ടാണ്. ഒലീവിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒലീവിയയുടെ ഒരു അങ്കിൾ ഉണ്ട്, സർ ടോബി എന്നാണ് അയാളുടെ പേര്. അയാൾ ഭയങ്കര കുടിയനാണ്. അയാളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സർ ആൻഡ്രിയോ അഗ്യൂജീക്ക് എന്നാണ് അയാളുടെ പേര്. പിന്നെ ഒലിവിയുടെ സെർവൻ്റ് ഉണ്ട്, മരിയ. പിന്നെ മാൽവോളിയോയും അവിടുത്തെ ഒരു കാരിസ്റ്റൻ തന്നെയാണ്. അയാൾ ഒരു കോമാളിയാണ്. മറ്റുള്ളവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ചിരിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ. നമുക്ക് ചിരി വരാത്ത കോമഡി പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും, ഇങ്ങനെ എപ്പോഴും കലബില കലബില എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാർ. അതേ കണക്കത്തെ ഒരു സ്വഭാവമാണ് നമ്മുടെ മാൽവോളിയോയ്ക്ക്. അതുകൊണ്ട് തന്നെ മാൽവോളിയനെ അധികം ആർക്കും ഇഷ്ടമല്ലായിരുന്നു. ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് ആലോചിച്ച് നടക്കുകയാണ് ആ വീട്ടിലുള്ള എല്ലാവരും. അങ്ങനെ ഇരിക്കെ മരിയയ്ക്ക് ഒരു പ്ലാൻ കിട്ടി. ഒലീവിയ എഴുതിയ ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കൊണ്ടുവന്ന് മാൽവോളിയയ്ക്ക് കൊടുക്കുകയാണ്. ആ ഒരു ലെറ്ററിനകത്തുള്ളത് ഒലീവിയയ്ക്ക് മാൽവോളിയനെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ താൻ തന്റെ പ്രണയം മാൽവോളിയോനോട് ഒലിവിയ തുറന്ന് പറയുകയാണെന്നുള്ള രീതിയിലാണ് ആ ഒരു ലെറ്റർ. ഈ ലെറ്റർ വായിച്ചപ്പോഴത്തേക്കും ഒരു കാര്യസ്ഥനായിട്ടുള്ള മാൽവോളിയ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ഒലീവിയയ്ക്ക് തന്നോടുള്ള ഇഷ്ടം അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അയാൾക്ക് അത് ഭയങ്കരമായിട്ടൊരു എന്തോ ഒരു ക്ലൗഡ് നയനിലുള്ള ഒരു ഫീലില്ലേ, അതേ പോണക്കത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഒലീവിയയുടെ മുമ്പിൽ ചെന്നിട്ട്
കുറെ കോമാളിത്തരങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അതായത് തന്നെ പ്രണയിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കര കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുകയും ഒലിവിയയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഒലിവിയ തന്റെ സെർവൻസിനോട് പറയാണ് മാൽവോളിയനെ ഒരു ഇരുട്ട് റൂമിൽ കൊണ്ടുപോയി അടച്ചിടാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡ്യൂക്ക് ഒറിസിനോട് പ്രണയം പറയാൻ വേണ്ടിയിട്ട് സെസാരിയോ ഒലീവിയനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. സെസാരിയോനെ കണ്ടതും ഒലീവിയയ്ക്ക് സെസാരിയോനോട് ഇഷ്ടം തോന്നി. പക്ഷെ ആക്ച്വലി സെസാരിയോ ഒരു പെണ്ണാണ്. വിയോളയാണ് സെസാരിയോ ആയിട്ട് വേഷം മാറി വന്നിരിക്കുന്നത്. പക്ഷെ ഒലീവിയയ്ക്ക് സെസാരിയോനാണ് ഇഷ്ടം തോന്നിയത്. വീണ്ടും ഇങ്ങോട്ട് വരണം എന്നൊക്കെ സെസാരിയോനോട് പറഞ്ഞിട്ട് ഒലീവിയ അയാളെ മടക്കി അയക്കുന്നു. അങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ ലവ് സ്റ്റാർട്ട് ആവുകയാണ്. ഒലീവിയയ്ക്ക് സെസാരിയോനെ ഇഷ്ടം, പക്ഷെ വിയോളയ്ക്കാണെങ്കിലോ ഡ്യൂക്ക് ഒറിസിനോനെ ഇഷ്ടം, ഡ്യൂക്ക് ഒറിസിനോന് ഒലീവിയനെ ഇഷ്ടം. ഒരു കംപ്ലീറ്റ്ലി. പക്ഷേ ഒലീവിയയും വിയോളയും, അതായത് സെസാരിയോവും പെണ്ണുങ്ങളാണെന്നുള്ള ആ ഒരു ഡിസ്ഗൈസ് ചെയ്ത് നിൽക്കുകയാണ് വിയോള എന്നുള്ളത് മറ്റാർക്കും അറിയുന്നതുമില്ല. അപ്പം മൊത്തത്തിലൊരു കൺഫ്യൂസിങ് ലവ് ആയിട്ട് വരികയാണ്. ഈ ഒരു സമയത്താണ് വിയോളയുടെ ട്വിൻ ബ്രദറായിട്ടുള്ള സെബാസ്റ്റ്യന്റെ എൻട്രി. ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കണം, ഇവര് ട്വിൻസ് ആണ്. അതുകൊണ്ട് തന്നെ വിയോള സെസാരിയോ ആയിട്ട് ഡിസ്ഗൈസ് ചെയ്തത്, അതായത് വേഷം മാറുമ്പോൾ സെബാസ്റ്റ്യന്റെ രൂപമാണ് വരുന്നത്. വിയോള ഒരു ആൺവേഷം കിട്ടുമ്പോൾ സെബാസ്റ്റ്യന്റെ രൂപമാണ് വരുന്നത്, ഇവര് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ. ഈ സെബാസ്റ്റ്യൻ മരിച്ചുപോയി എന്നായിരുന്നു വിയോളയുടെ വിചാരം. പക്ഷെ ആ ഒരു ഷിപ്പ് റക്കിംഗ് സമയത്ത് സെബാസ്റ്റ്യനെ ആന്റോണിയോ എന്ന് പറയുന്ന ഒരാളാണ് രക്ഷിച്ചത്. ഈ ആന്റോണിയോ നമ്മുടെ ഡ്യൂക്ക് ഒറിജിനോടെ ഒരു ശത്രുവാണ്. ശത്രു ആയതുകൊണ്ട് തന്നെ അയാൾ ഇല്ലേറിയയിലേക്ക് വരാറില്ലായിരുന്നു. സെബാസ്റ്റ്യൻ സ്റ്റേജിലേക്ക് വരുമ്പം നമ്മുടെ ഒലീവിയ സെസാരിയോ ആണെന്ന് വിചാരിച്ചിട്ട് സെബാസ്റ്റ്യനോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഒലീവിയയ്ക്ക് സെസാരിയോനെയാണ് ഇഷ്ടം. വിയോള അന്വേഷണം കിട്ടിയതാണല്ലോ സെസാരിയോ. വിയോളയുടെ ട്വിൻ ബ്രദറിന്റെ രൂപമാണ് വിയോള അന്വേഷണം കിട്ടുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം സെബാസ്റ്റ്യൻ ആണ് സെസാരിയോ എന്ന് കരുതിയിട്ട് നമ്മളുടെ ഒലീവിയ സെബാസ്റ്റ്യനോട് തന്റെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു സമയത്ത് ഒലീവിയയുടെ അങ്കിളായിട്ടുള്ള സർ ടോബിയുമായിട്ട് ഒരു വാക്ക് തർക്കം തന്നെ ഉണ്ടാവുകയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അയാൾ അങ്ങ് പുറപ്പെടുകയാണ്. ഒലീവിയയ്ക്ക് സെബാസ്റ്റ്യനോട് ഒരു ഇഷ്ടം ഉണ്ടെന്ന് മനസ്സിലായി തന്നെ. ഇതൊന്നും മനസ്സിലാവാണ്ട് സെബാസ്റ്റ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തന്റെ സിസ്റ്റർ വിയോള മരിച്ചുപോയി എന്നാണ് നമ്മുടെ സെബാസ്റ്റ്യന്റെ വിചാരം. ഒലീവിയ വന്നിട്ട് സർ ടോബിനെയും അയാളുടെ ഫ്രണ്ടായിട്ടുള്ള സർ ആൻഡ്രൂ അയാളെയും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒലീവിയ സെബാസ്റ്റ്യനെ പ്രപ്പോസ് ചെയ്യുന്നു. എനിക്ക് തങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അന്ന് കണ്ടപ്പോൾ ഇഷ്ടമായി, അങ്ങനെ പ്രപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഒലീവിയ റിച്ച് ആയതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യന് ലോട്ടറി അടിച്ച ഫീലിംഗ് ആയിരുന്നു. സെബാസ്റ്റ്യൻ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നും അറിയാണ്ട് തന്നെ സെബാസ്റ്റ്യൻ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് സെബാസ്റ്റ്യൻ അവിടെ നിന്ന് പോവുകയും സെസാരിയോനെയും കൂട്ടിയിട്ട് ക്യൂറീസിനോ ആ ഒരു സീനിലേക്ക് കടന്നു വരികയാണ്. അപ്പം സെസാരിയോനെ വീണ്ടും കണ്ടതും ഒലീവിയയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇച്ചിരി മുമ്പേ താൻ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തായിരുന്നല്ലോ സെബാസ്റ്റ്യൻ. അപ്പോൾ സെബാസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് ഒരു ഹസ്ബൻഡിനോട്, അതായത് തന്റെ ഒരു ലവറിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ ഒലീവിയ സെസാരിയോനോട് പെരുമാറാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ടിട്ട് ഡ്യൂക്ക് ഒറിസിനോ ഭയങ്കരമായിട്ട് ഷോക്കായി. ആ ഒരു സമയത്ത് നമ്മുടെ പോയ സെബാസ്റ്റ്യൻ വീണ്ടും തിരിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ സെസാരിയോയും സെബാസ്റ്റ്യനും ഡ്യൂക്ക് ഒറിസിനോയും ഒലീവിയയും ആ ഒരു സ്റ്റേജിലുണ്ട്. രണ്ടുപേരും ഒരേ രൂപം. ആരൊക്കെ? വിയോള ആൺവേഷം കെട്ടി സെസാരിയോ ആയതും അതുപോലെ തന്നെ സെബാസ്റ്റ്യനും ഒരേ പോണക്കുണ്ട് കാണാൻ. അങ്ങനെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. വിയോള ആൺവേഷം കെട്ടിയതാണ് സെസാരിയോ എന്നും സെബാസ്റ്റ്യനും വിയോളയും ട്വിൻസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഈ ഒരു പ്ലേയുടെ അവസാനം എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി എൻഡിങ് ആണ്. ഒലീവിയ താൻ സ്നേഹിച്ചതുപോലെ തന്നെ സെബാസ്റ്റ്യനെ കല്യാണം കഴിക്കുന്നു. അതുപോലെ തന്നെ വിയോള പെണ്ണാണെന്ന് അറിഞ്ഞതും, അതായത് സെസേരിയോ പെണ്ണാണെന്ന് അറിഞ്ഞതും അവളുടെ രൂപമൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഡ്യൂക്ക് ഒറിജിനോയ്ക്ക് അവളെ ഇഷ്ടപ്പെടുകയും ഡ്യൂക്ക് ഒറിജിനോ വിയോളേനെയും കല്യാണം കഴിക്കുന്നു. പിന്നെ ഒരു സംഭവം നടക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സർ ടോബി ഇല്ലേ, അങ്കിൾ ടോബി, അയാള് മെരിയനെയും കല്യാണം കഴിക്കുന്നു. അപ്പം 3 വിവാഹമാണ് നടക്കുന്നത് ഈ ഒരു പ്ലേയുടെ അവസാനം. മൊത്തത്തിലൊരു ഹാപ്പി എൻഡിങ് ആണ് 12th നൈറ്റ് എന്ന് പറയുന്ന പ്ലേക്കുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 12th നൈറ്റ് എന്ന് പറയുന്ന പ്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്